നമ്മൾ ഒരു പാമ്പർ റൂട്ടീനാണ് കേട്ടോ ചെയ്യാൻ പോണത്. വെളിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൺസൂൺ പാമ്പർ റൂട്ടീൻ തന്നെ ആയിക്കോട്ടെ. സോ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഹെയർ മാസ്ക് ആയാലോ. ഈ ഹെയർ മാസ്ക് ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള ഹെയർ മാസ്ക് ആണ് കേട്ടോ. നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കും, അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ലോണം ക്ലീൻ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്ക എടുക്കുക, കുറച്ച് വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിക്കുക, ഇങ്ങനെ തിള വരണേ. പിന്നെ ഞാനിതുണ്ടല്ലോ ആദ്യമേ ഹെയറിൽ ഓയിൽ ചെയ്ത് നല്ലോണം ഓയിൽ മസാജ് ചെയ്ത് ഒരു 20 ഇല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഒക്കെ വച്ചിട്ട് ക്ലാരിഫയിങ് ഷാമ്പു യൂസ് ചെയ്ത് തല കഴുകിയതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കണേ. നിങ്ങൾ അഴുക്കോട് കൂടിയ തലയിലോട്ട് ഇട്ട് കൊടുത്താൽ അത്ര ഇതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലോണം അഴുക്കൊക്കെ പോയിട്ടുള്ള തലയിൽ ഇട്ട് കൊടുക്കുക. അത് ഇതുപോലെ തിള വരണം കേട്ടോ. ഇങ്ങനെ തിള അങ്ങനത്തെ ഒരു തിള വന്ന് കഴിയുമ്പോഴേക്കും ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് അരിപ്പ യൂസ് ചെയ്തിട്ട് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറണ വരെ വെയിറ്റ് ചെയ്യുക. ചൂടാറിയിട്ട് വേണം തലയിലിടാൻ. പിന്നെ നിങ്ങൾ തലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ബാത്റൂമിൽ വെച്ചിട്ട് കൊടുക്കണം കേട്ടോ നല്ലത്. ഇതിങ്ങനെ കാണുമ്പോഴേക്കും ഒരു അലോവേറ ജെല്ല് പോലെ, അതുപോലെ നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര റണ്ണി ആയിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്തിരി വെള്ളത്തിലിട്ട് ഉണ്ടാക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ. ഇതിങ്ങനെ ഫുള്ള് ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് സൂപ്പർ റിസൾട്ട് ഉണ്ടാകും. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഹാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലയിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു വാഷ് ചെയ്യാം. ഞാൻ നോർമൽ വാഷ് ആട്ടോ ചെയ്തേ. ഇനി അടുത്തത് നമുക്ക് എൻ്റെ ഫേസിലുള്ള രോമക്കുബ്ബങ്ങളൊക്കെ ഒന്ന് പഠിച്ച് കളയാം. അതിന് വേണ്ടിയിട്ട് ഷേവ് ചെയ്യുക. അതിന് മുമ്പ് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക കേട്ടോ. ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ ആണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ ഇത് ഈ ഒരു മൺസൂൺ സീസണിൽ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. കാരണം ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഓയിലി ആവാനും അതുപോലെ ആക്നി വരാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാനാണ് എപ്പോഴും ബെറ്റർ. ഇതാണെന്നുണ്ടെങ്കിൽ സോപ്പ് ഫ്രീ ആണ്. നമ്മുടെ pH ബാലൻസ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം PCA ആൻഡ് ഇമോളൻസ് ആണ്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കൊളൈഡൽ ഓട്ട്മീൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിലുള്ള റെഡ്നെസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് മൊത്തത്തിൽ നല്ലതാണ് കേട്ടോ. അത് ഞാൻ മുൻപും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളിത് യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഭയങ്കര ജെൻറ്റിലായി. ഇപ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഫോമിൽ ഇച്ചിരി കൂടെ ജെൻറ്റിലാക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി ലൈറ്റായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്. അതിന് ശേഷം ഞാൻ അങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് തുണി വെച്ചിട്ടാണെങ്കിൽ തുടച്ചിരുന്നാൽ മതി കേട്ടോ. ഗ്രാജുവലി നിങ്ങളുടെ ഫേസിൽ ഓയിൽ പ്രൊഡക്ഷൻ ഇങ്ങനെ കുറയ്ക്കും. ഓയിലി സ്കിന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇനി മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ഷേവിങ്ങിലോട്ട് കിടക്കാം. ഞാൻ ഈ ഒരു ഫേഷ്യൽ റേസർ ആട്ടോ യൂസ് ചെയ്യണേ. ഒറ്റ കൈ കൊണ്ടാണ് ഞാൻ ചെയ്യണത്. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എൻ്റെ ഒരുപാട് തവണ മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അങ്ങനെ ചെയ്ത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ത്രെഡ് ചെയ്യാനാണ് കേട്ടോ. അതാണ് നല്ലത്. ഇത് പിന്നെ എനിക്കിങ്ങനെ എളുപ്പം പെട്ടെന്ന് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഇതാ ചെയ്യണേ. പിന്നെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി ഞാൻ പ്ലക്ക് ചെയ്യാറുണ്ട്. പ്ലക്ക് ചെയ്താൽ കുറച്ച് നാളത്തേക്ക് ഹെയർ വളരാണ്ടിരിക്കും. പക്ഷേ എൻ്റെ കാണാനില്ല പ്ലക്കർ. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലക്കർ ഉണ്ടായിരുന്നു കേട്ടോ, ഗബ്ബ് എന്നുള്ള ബ്രാൻഡിൻ്റെ. പക്ഷേ അത് കാണാനില്ല. കണ്ടോ, ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഐബ്രോസിൻ്റെ ലെവലേ തന്നെ മാറിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ അപ്പർ ലിപ്സ് എടുക്കുകയാണ്. എനിക്ക് അപ്പർ ലിപ്സും അതുപോലെ താടിയിലൊക്കെ രോമം വളരാറുണ്ട്. എന്തിൻ്റെയൊക്കെയോ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഫേസിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ മോയ്സ്ചറൈസറിനായിട്ട് ഈ ഒരു ന്യൂട്രിഡമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണം. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഇതിനകത്തൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വിറ്റമിൻ ഇ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്കിന്നിൽ എക്സ്ട്രാ മോയ്സ്ചർ തരാനും റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ നമുക്ക് സ്കിന്നിൽ കൊണ്ടിരിക്കും. പിന്നെ എന്താ സ്കിന്നിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കും. മൊത്തത്തിൽ സ്കിൻ ബാരിയർ ഒന്ന് ഹെൽത്തി ആക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 2 പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും അതുപോലെ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും എല്ലാ ജെൻഡറിലുള്ളവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റാക്കാൻ പോവാണ് കേട്ടോ. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഷൂട്ട് ചെയ്തത്. നമ്മുടെ ഹെയർ മാസ്ക് ഇട്ടതിൻ്റെ നെക്സ്റ്റ് ഡേ. നമ്മൾ ഈ പാമ്പർ റൂട്ടീനൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. ഇങ്ങനെ പയ്യനെ ഓരോ ദിവസം എടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ മൊത്തത്തിൽ റിലാക്സ് ചെയ്യാനാണല്ലോ ഈ പാമ്പർ റൂട്ടീൻ ചെയ്യണേ. അപ്പോൾ ഞാനിത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഹെയറിൽ ചെയ്യണത്. മുടിയിൽ ഞാനിങ്ങനെ ഒന്ന് ചീകി കൊടുത്തിട്ട് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം എൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ബാങ്ക്സ് ഇല്ലേ, ഇത് ഞാൻ വെട്ടിയത് അബദ്ധമായി. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. എൻ്റെ മുടിക്ക് ബാങ്ക്സ്
പറ്റില്ല. എന്ന് വെച്ചാൽ എൻ്റെ മുടി ഇങ്ങനെ ചുരുണ്ട് പോകണോണ്ടേ ഭയങ്കര പാടായി എന്ത് ചെയ്താൽ. അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്റ്റൈൽ ചെയ്യണം. എനിക്കാണെങ്കിൽ ഈ ഹീറ്റ് കൊടുക്കണതും ഡാമേജ് ആക്കിക്കണമെന്നും അത്ര കണ്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ഇങ്ങനെ ശ്രദ്ധാപൂർവ്വമാണ്, സ്പെഷ്യലി ഹെയറിലിടുന്ന സംഗതികളൊക്കെ ഭയങ്കര ശ്രദ്ധാപൂർവ്വം എടുക്കാറ്. അപ്പോൾ ഞാൻ ഈ ഒരു റോളർ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ മുടി രണ്ട് സൈഡിലോട്ടും കിടക്കും. പക്ഷേ എൻ്റെ മുടി ഇങ്ങനെ ബുമ്മെന്നിരിക്കണോണ്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് സെറ്റാക്കി നിർത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ സാധനം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ എൻ്റെ അത്രയും ഇങ്ങനത്തെ ഒരു കറപറ മുടി അല്ലെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. കറപറ ആണെങ്കിൽ പോലും കുറച്ച് സമയത്തേക്ക് സൂപ്പറായിട്ട് നിൽക്കും. പിന്നെ ഞാൻ ഇന്നുണ്ടല്ലോ, ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സംഗതി കാണിച്ചു തരാം. ഈ കാണുന്ന റോഡ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് ഭയങ്കര രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ആദ്യമേ നമ്മുടെ തലയിൽ ഇത് ഇങ്ങനെ കുത്തുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്ലിപ്പും അതുപോലെ തന്നെ 2 ബുഷൊക്കെ കിട്ടും. ഒരു ബുഷ് ഞാൻ എവിടെയോ കൊണ്ടു കളഞ്ഞ എൻ്റെ സൂക്ഷ്മ കാരണം. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ആ റോഡ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളുടെ ഫ്രണ്ടിലെ മുടി അതിനകത്തോട്ട് ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ബാക്കിയുള്ള മുടി ചുറ്റുക. ഫുൾ മുടികൾ അങ്ങനെ ചുറ്റി 2 സെഷനിലെ മുടികൾ അങ്ങനെ ചുറ്റി കൊടുക്കുക. പിന്നെ ഇത് നിങ്ങളുണ്ടല്ലോ രാത്രിയിൽ ചെയ്യണം കേട്ടോ നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടി സമയം കിട്ടും മുടിക്ക് ഇങ്ങനെ കേളാവാൻ. പിന്നെ വെള്ളം നനച്ച് കൊടുത്തിട്ട് ചെയ്യുക. ടൂ മച്ച് വെള്ളത്തിൽ ചെയ്യരുത്. കുളി കഴിഞ്ഞ് ഉടനെ ചെയ്യരുത്, വർക്കാവത്തില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ദേ കെട്ടി 2 സൈഡിലും ഇങ്ങനെ ബുഷ് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് വെച്ച് കിടന്നുറങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ എനിക്ക്. നിങ്ങളിങ്ങനെ സൈഡിലൊക്കെ തിരിഞ്ഞ് കമന്ന് കിടക്കണൊക്കെ വരെങ്കിൽ ചിലപ്പോൾ പാടുണ്ടാവുമായിരിക്കും. എനിക്കിത് വെച്ചിട്ട് അത്ര പാടായിട്ട് തോന്നിയില്ല. ഇനി ഞാൻ എൻ്റെ നെയിൽസിനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒത്തിരി നാളായിട്ട് ഇപ്പോൾ ഞാൻ നെയിൽ പോളിഷ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിൽ കൂടുതലായി കാണുമെന്ന് തോന്നുന്നു നെയിൽ പോളിഷ് ഞാൻ റിമൂവ് ചെയ്തിട്ട്. അതായത് ജെൽ നെയിൽസൊക്കെ ഞാൻ മറ്റേതിങ്ങനെ എക്സ്റ്റൻഷനും ജെൽ നെയിൽസൊക്കെ വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തവണ വെച്ചിട്ട് എൻ്റെ നെയിൽ ബെഡ്സ് തന്നെ ഡാമേജ് ആയിപ്പോയി. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ഫുള്ളി കുറേ നാളായിട്ട് ബ്രേക്ക് എടുത്തിരിക്കുക. പിന്നെ എനിക്ക് നെയിൽ പോളിഷ് ഇടാതിരുന്നിട്ട് പിന്നെ എനിക്ക് നെയിൽ പോളിഷ് ഇടുമ്പോൾ അത്ര രസം തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഗാർലിക് എടുത്ത് നഖത്തിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നെയിൽസ് സ്ട്രോങ് ആകും. പിന്നെ നെയ്യും നല്ലതാണ് കേട്ടോ. നല്ല ഡീപ്ലി നറിഷ് ചെയ്യാനും എസ്പെഷ്യലി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം ക്യൂട്ടിക്കിൾസ് ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന നെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. പിന്നെ ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ബോട്ടിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. റോൾ ചെയ്യണ ബോട്ടിൽ ഞാൻ ലിപ്സിനകത്തും ഐബ്രോസിലും ഐലാഷസിലും ഒക്കെ ഇടാറുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്കിത് തലയിൽ ഇടാം കേട്ടോ. ഹെയറിൽ വരെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നെയ്യ്. പിന്നെ ഞാൻ ഈ നെയ്യ് എൻ്റെ ബ്യൂട്ടി ആവശ്യങ്ങൾക്കൊക്കെ മാത്രം എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൈയിട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മണം ഭയങ്കര ഒരു പൊട്ട മണമാണ് കേട്ടോ ഇതിന്. പിന്നെ നെയിൽസ് ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ ഉരച്ച് ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി വളരാനായിട്ട് നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നെയിൽസും ഹൈഡ്രേറ്റഡ് ആകും, നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യാനായിട്ട് നല്ല. പിന്നെ അതിന് ശേഷം ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് തുടയ്ക്കുക. നിങ്ങളിത് കഴുകിയോ അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകിയോ ഒന്നും കളയരുത്. ജസ്റ്റ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആ ഒരു ഓയിലിനെസ് ഇല്ലേ അത് മാത്രം കളയാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം നേരം നമ്മളുടെ നഖത്തിൽ ഇരിക്കുമ്പോൾ അത് ഈവൻ മോർ നമുക്ക് നല്ല ഹെൽത്തി നെയിൽസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ എന്നിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു പീലിംഗ് സൊല്യൂഷനാണ് എടുക്കണേ. ഇത് എന്നിട്ട് എൻ്റെ മുട്ടിൽ ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ പുതിയതായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ്. നിങ്ങൾ ഒത്തിരി പേരിങ്ങനെ റിവ്യൂ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങനെ ട്രൈ ചെയ്യണേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അങ്ങനെ മുട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിത് ഈ സൊല്യൂഷൻ ഞാൻ മുട്ടിലും അതുപോലെ കൈയിൻ്റെ മുട്ടിലൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറ്. ഫേസിൽ ഇപ്പം അങ്ങനെ ഇടാറില്ല കേട്ടോ. ഭയങ്കര എനിക്ക് സ്കിന്ന് ഡാമേജ് ആക്കണ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഫേസിൽ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി എനിക്ക് വളരെ ഉറപ്പുള്ള സംഗതികൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇടാറ്. അതായത് ഫേസ് ഈ റോളർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതിങ്ങനെ ആയിട്ടിരിക്കണം. എൻ്റെ മുടി ഇച്ചിരി ഇങ്ങനെ പറന്നിരിക്കണോണ്ടാണ് അത് അങ്ങനെ അത്ര ഭംഗിയാവാൻ. ഞാൻ കുറച്ചും കൂടി നേരം നിന്നിരുന്നെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയാവും കേട്ടോ. പിന്നെ മുടിയിൽ നിന്ന് ആ സാധനം ഇങ്ങനെ ഞാൻ ഫുള്ള് ഊരി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 സൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുഷും കൂടി ഊരുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഇവിടെ ഞാൻ ഒരു ഫോട്ടോ കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു രാത്രി ഫുള്ള് കിടന്നിട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ അത് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്തു. ഇതിനെക്കാട്ടിലും ഭംഗിയുണ്ടായിരുന്നു. നോക്ക് എന്തൊരു ഭംഗി നോക്ക്. ഞാൻ ഹീറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ മുടിയുടെ തിളക്കം നോക്ക് നിങ്ങൾ. ഞാൻ കുറേ നാളായി ഇപ്പോൾ ഹീറ്റ് യൂസ് ചെയ്തിട്ട്. ഭയങ്കര രസമില്ലേ മുടിയുടെ. ഇത്രയും ഫ്രണ്ട് ഭാഗം ഇച്ചിരി വെപ്പ് മുടി പോലെ ഉണ്ട്. എന്താണ് ഗൈസ്, എൻ്റെ മുടി അങ്ങനെ ആയിപ്പോയി. നിങ്ങൾ എത്ര ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. എൻ്റെ മുടി നാച്ചുറലി ഇച്ചിരി വെപ്പ് മുടി എഫക്റ്റുള്ള മുടിയാണ്. എനിക്കവിടെ അമ്മയുടെ കോയിലി ഹെയർ ആയതുകൊണ്ട് എൻ്റെ മുടി ആ ഒരു ചെറിയൊരു ടെക്സ്ചർനെസ് ഉണ്ട്. പക്ഷെ ഭയങ്കര രസമില്ലേ കാണാനായിട്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു പാമ്പർ റൂട്ടീൻ്റെ എൻ്റെ സെഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക കേട്ടോ. കൂടുതൽ പാമ്പർ റൂട്ടീൻ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഞാൻ അങ്ങനെ
ഇങ്ങനെ വീക്ക്ലിയൊക്കെ ചെയ്യണം. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യണതിൻ്റെയൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോസ് ഇടാനായിട്ടൊരു ഊർജ്ജമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് പറയാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് നെക്സ്റ്റ് കാണണ്ടേ എന്നുള്ളതൊക്കെ കൂടിയിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.